ലാൽ സലാം തുടക്കം 14-ാം ദിനം എത്തിയിരിക്കുകയാണ്. ഈ ഒരു 14-ാം ദിനത്തിലും സിനിമ മികച്ച രീതിയിൽ കളക്ഷൻ നേടുന്നു. ഓണച്ചിത്രങ്ങളിൽ നമ്പർ 1 ആയി തുടക്കം തന്നെയാണ് നിൽക്കുന്നത്. വിസ്മയ മോഹലിൻ്റെ ഗംഭീര പ്രകടനവുമായി നിൽക്കുന്ന ഈ ഒരു ചിത്രം ഈ ഒരു ഓണക്കാലത്തെ ഏറ്റവും വലിയ സക്സസ്സായി മാറുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 550ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 14-ാം ദിനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ 23 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. അതായത് 40 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ. ഇന്ന് മികച്ച ഒരു സിനിമ റിലീസായെങ്കിൽ, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ റിലീസായെങ്കിലും ഇവിടെ സ്റ്റഡി കളക്ഷനായിട്ട് പോകാൻ കഴിഞ്ഞു. നാളെയും മറ്റൊരു ചിത്രം റിലീസുണ്ട്. എന്നാൽ പോലും ഈ ഒരു സിനിമയെ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 25 കോടിയിലേക്ക് എത്തുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 50 കോടി എത്തുന്ന ദിനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ 44 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വിസ്മയ മോഹൻലാലിൻ്റെ ഗംഭീര ചിത്രമായി മാറുന്നു. ഈ ഒരു ഓണക്കാലത്ത് ആദ്യം എത്തിയ ചിത്രം ആദ്യ സിനിമ നമ്പർ 1 ആയി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമുക്ക് ഖലീഫ ഇറങ്ങി, നാളെ കുടുംബ യൂണിറ്റ് ഇറങ്ങുന്നു. ഇതെല്ലാം എത്തിയാലും ഇവിടെ വിസ്മയുടെ ചിത്രം തന്നെയായിരിക്കും നമ്പർ 1 എന്നുള്ളത് ഉറപ്പിക്കാം. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു കുഞ്ഞൻ സിനിമയിലൂടെ വന്ന് ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരിക്കുകയാണ് ഈ ഒരു തുടക്കക്കാരി എന്ന് തന്നെ. ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ഈ ഒരു ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടായിട്ട് പോലും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആകുന്നു ഈ ഒരു തുടക്കക്കാരി എന്ന് തന്നെ നമുക്ക് പറയാം. വിസ്മയ അമ്മാതിരി തകർപ്പൻ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും വിസ്മയിലേക്ക് തന്നെ എത്തുകയാണ്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സിനിമ വരുന്ന ദിവസങ്ങളിൽ 50 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കും. ആരൊക്കെയാണ് കാത്തിരിക്കുന്നത്? അപ്പോൾ ലൈക്കും ഷെയറും കമൻസുകളും ഒക്കെ ആയിട്ട് വരിക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാം.